ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ദോശ, ഇഡ്ഡലി, ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ടൊമാറ്റോ ചട്നി തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഉഴുന്ന് ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നും ജീരകവും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള വെളുത്തുള്ളി അല്ലി 10 എണ്ണമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് അരിയേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ട് തന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവോള വലിയ കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ടൊമാറ്റോ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ 2 ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മീഡിയം സൈസ് ടൊമാറ്റോ ആണെങ്കിൽ 3 എണ്ണം ചേർക്കാം, വലിയ ടൊമാറ്റോ ആണെങ്കിൽ 2 എണ്ണം ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചട്നി തയ്യാറാക്കുമ്പോൾ അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ സവോളയും ടൊമാറ്റോയും ഒന്നും ചെറുതാക്കി അരിയേണ്ട കാര്യമില്ല. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞാൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. നമ്മുടെ ഈ ടൊമാറ്റോ ചട്നിക്ക് ഒരു മീഡിയം സൈസ് സവോളയ്ക്ക് 3 മീഡിയം സൈസ് ടൊമാറ്റോ അല്ലെങ്കിൽ 2 വലിയ ടൊമാറ്റോ എന്ന റേഷ്യോയിലാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ സവോളയും ടൊമാറ്റോയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിയതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടൊക്കെ മാറി നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. മിക്സിയിലിടുന്ന സമയത്ത് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ട് ഒരു 10-20 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇത് വളരെ ഫൈനായിട്ട് അടിച്ചെടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ തക്കാളി ചട്നി വേണ്ടത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ടൊമാറ്റോ ചട്നിയിൽ കടുക് താളിച്ചും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ കടുകും മുളകും ഒക്കെ താളിച്ച് ഉപയോഗിക്കാം. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഉഴുന്നുവടയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ സൂപ്പർ കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.